ആപ്പിൾ സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഒരു ആപ്പിൾ വെച്ചിട്ടുള്ള ആപ്പിൾ സോസാണ് കേട്ടോ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇത് ഡബിളാക്കാം, ട്രിപ്പിളാക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. സോ ഒരു ആപ്പിൾ എടുത്ത് നന്നായി കഴുകി വെച്ചു. ഞാനത് തൊലി ഒന്ന് പീൽ ചെയ്തിട്ട് മാറ്റുകയാണ്. നമുക്ക് തൊലി വേണ്ട. ഒരു പീലറുണ്ടോ ഒരു കത്തി കൊണ്ടോ നന്നായിട്ട് തൊലിയെല്ലാം ഒന്ന് പീൽ ചെയ്ത് കളയുക. ചെറിയൊരു ഭാഗം എന്തോ കേട് വരണ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ്. അതാണ് അവിടെ ഒരു ഓട്ട. ഓക്കെ, അതിനുശേഷം നമുക്ക് കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് എടുക്കാം. ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആപ്പിൾ ഏകദേശം ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുവേ കട്ട് ചെയ്തിട്ട് മിഡിൽ പോർഷൻ ഒന്ന് മാറ്റാം. കുരുവിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കളയാം. എന്നിട്ട് കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്യാൻ പോവാണ്. കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഏകദേശം മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് നന്നായിട്ട് വെന്ത് നമുക്ക് മാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായി കിട്ടണം. വെള്ളം പോരെങ്കിൽ ഇടയിൽ ഒന്ന് കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തോളൂ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെള്ളം നന്നായി തിളച്ച് തുടങ്ങി. ഞാൻ ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ, പിന്നെ ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ച ശേഷം കാണിച്ചിടാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ ഏകദേശം വെന്ത് തുടങ്ങുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചിട്ടാണ് വേവിച്ചത്. ഞാനിനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ പൊട്ടറ്റോ മാഷർ കൊണ്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കണ്ടോ വെന്തിട്ടുണ്ട്. എൻ്റെ ജ്യൂസ് എല്ലാം ഇതിലേക്ക് ഇറങ്ങി ചെറിയൊരു പൾപ്പ് മാതിരിയാവും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം. അല്ല, നന്നായിട്ട് മാഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ മാഷ് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. ഓക്കെ, ഇനിയും വെള്ളം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിപ്പം ഇങ്ങനെ മാഷ് ചെയ്ത് വരുമ്പോഴേക്കും കറക്റ്റായിട്ട് വന്നോളൂ. കണ്ടോ, ആ പീസായിട്ട് കിടന്നെല്ലാം നന്നായിട്ട് മാഷ് ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആപ്പിൾ സോസ് റെഡിയായി. ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ, ഈ ഒരു തിക്നെസ് വന്ന സമയത്താണ് ഞാൻ ഓഫ് ചെയ്തത്. ഒരുപാട് ഡ്രൈ അല്ല, എന്നാൽ ഭയങ്കര ഒഴിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് മാഷ് ചെയ്ത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു മാഷ്ഡ് പരുവത്തിൽ തന്നെയാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല സോസ് ആക്കിയിട്ട് മിക്സിയിലിട്ട് അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പറയണ്ടല്ലോ, വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. സോ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.